ഈ വീഡിയോയിൽ കുറേ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഖത്തറിൽ വീണ്ടും സീസ് ഫയറിനെ ചൊല്ലിയുള്ള ചർച്ച. ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഇസ്രായേൽ അല്ല, ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഈജിപ്റ്റാണ്. ഈജിപ്തിന് ഇപ്പം ശരിക്കും ഇരിക്കപ്പുറതി ഇല്ല എന്നുള്ള അവസ്ഥയാണ്. കാര്യം ഈജിപ്തിനെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നല്ല പ്രഷർ. അതുപോലെ തന്നെ UAE ഭാഗത്തു നിന്നൊക്കെ മെസ്സേജ് പോയിട്ടുണ്ട്. അഥവാ ഈജിപ്റ്റ് ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ എയ്ഡ് കട്ട് ചെയ്യും എന്നുള്ള അമേരിക്ക ഇനി വരും ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്ന ചില നിർണായക തീരുമാനങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഈജിപ്തിന് UAE വഴി എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് ഇപ്പൊ ഇതിനകത്ത് വാലിന് തീപിടിച്ച പോലെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈജിപ്റ്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈജിപ്റ്റാണ് പറയുന്നത് കേട്ടോ. അതാണ് നമ്മളിപ്പോ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഹമാസ് അല്ല പറയുന്നത്, ഈജിപ്റ്റാണ് പറയുന്നത്. അപ്പൊ അതായത് ഈജിപ്തിന് തീരുമാനിക്കാം കാര്യങ്ങൾ. ഇപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, ഹമാസാണ് ഈജിപ്റ്റ്, ഈജിപ്റ്റാണ് ഹമാസ്. ഇതിന്റെ ഉത്തമ ഉദാഹരണവും തെളിവുമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈജിപ്റ്റ് പറയുന്നത് ആദ്യം 5 ബന്ദികളെ വിട്ടയക്കാം, അത് കഴിഞ്ഞിട്ട് ഓരോ 7 to 10 days, അടുത്ത 7 മുതൽ 10 ദിവസത്തിനകത്ത് അടുത്തടുത്ത ബന്ദികളെ വിട്ടയക്കാം എന്നുള്ള ചില തീരുമാനങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഹമാസ് അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, ഈജിപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഈജിപ്റ്റ് ആരാണെന്നും ഈജിപ്തിന്റെ തനി നിറം എന്താണെന്നും കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റുള്ളവർ പല രീതിയിൽ വ്യാഖ്യാനിക്കും, പക്ഷേ ഇതിൽ നമുക്ക് ഒറ്റ വിഷയമേ പറയാനുള്ളൂ. ബ്രദർഹുഡ് ഐഡിയോളജി എന്ന് പറഞ്ഞ ഈ ഒരു ഐഡിയോളജി മുറുകെ പിടിച്ചിരിക്കുന്ന, ഇതിന് തുടക്കം കുറിച്ച ഈജിപ്റ്റ് തന്നെയാണ് ഈ ഹമാസിന്റെ പുറകിൽ നിൽക്കുന്നതും. ഹമാസ് ലിറ്ററലി ഈജിപ്റ്റ് ആണ്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ വിഷയങ്ങളുടെ പോക്ക്. അതായത് ഈജിപ്തിന്റെ ഈ ഒരു പ്രപ്പോസൽ അമേരിക്കയും കൂടെ ഏറ്റെടുത്തുകൊണ്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, ഈജിപ്റ്റ് ആദ്യമേ അമേരിക്ക എടുത്താണ് ഈ ഒരു പെർമിഷൻ ചോദിച്ചതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു ചർച്ച ഞാൻ തുടങ്ങി വെക്കാം എന്നുള്ള നിലയിൽ അങ്ങോട്ട് വീണ് കൊടുത്തതാണ്. കാര്യം എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ച് ഗാസയിൽ ഹമാസിന്റെ പ്രസൻസ് ഫേക്ക് ആയിട്ടെങ്കിലും അവസാനിപ്പിച്ചിട്ട് ഗാസയിലെ ജനങ്ങളെ അവിടെ തന്നെ തുടരാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഈജിപ്തിന് സന്തോഷം. ആ രീതിയിലാണ്. കാരണം ഈജിപ്റ്റ് ഇപ്പോഴും ഗാസ ഒരു സോവറൈൻ സ്റ്റേറ്റ് ആണ്, ഇത് ഈജിപ്തിന്റെ തന്നെ സ്റ്റേറ്റ് ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അവർ ഗാസയിൽ നിന്നും അവരുടെ ഗവർണൻസ് അവിടെ നിന്ന് മാറിയെങ്കിലും ഗാസയ്ക്കുള്ളിൽ ഈ ഒരു അറബികളെ നിലനിർത്തിക്കൊണ്ട് ഗാസയുടെ സോവറനിറ്റി ഇപ്പോഴും ഞങ്ങളുടേതാണ് എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഈജിപ്തിനുള്ളിലുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈജിപ്തിനെ 1967 തന്നെ അവിടെ നിന്ന് ആട്ടി ഓട്ടിച്ചെങ്കിലും അവർ ഇപ്പോഴും ഈ പ്രോക്സിയെ വെച്ചിട്ട് ഈ ഗാസയെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് ഒരു വിഷയം കൂടെ പറയാനുള്ള വെച്ചാൽ, ഈജിപ്റ്റ് പ്രപ്പോസ് ചെയ്തു അമേരിക്ക എടുത്ത്, ഞങ്ങൾ ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന്. അപ്പൊ ഓക്കെ, നല്ല വിള ചമയാൻ വേണ്ടി പോയതാണ്. അപ്പൊ അമേരിക്ക പറഞ്ഞത്, നിങ്ങൾ ഇതിൽ ഇസ്രായേലിന്റെ അനുവാദമാണ് തേടേണ്ടത്, ഞങ്ങളുടെ അനുവാദമല്ല എന്നാണ് പറഞ്ഞത്. ഇസ്രായേലിന്റെ അനുവാദം ചോദിച്ചപ്പോഴത്തേക്കും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിച്ചോളൂ, നല്ല വിഷയമാണ്, ബന്ദികളെ വിട്ടുകിട്ടുന്നത് നല്ല കാര്യമല്ലേ, അപ്പൊ നിങ്ങൾ എന്തായാലും ചർച്ച നടത്തിക്കോളൂ, നിങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് വരുന്നത് നമ്മൾ കാണാം. അല്ലാതെ നമ്മൾ ഇനി വെറുതെ വന്നിട്ട് അവിടെ ആളെ വടിയാക്കുന്ന പോലെ അവിടെ പോയി ഇരുന്നിട്ട് വെറുതെ അങ്ങ് ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് എണ്ണീറ്റ് വരാൻ നമുക്കില്ല. ഇസ്രായേൽ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചായ കുടിയൊക്കെ ഇനി ഇല്ല. റോണൻ ബാർ വന്ന് വളരെ കാഷ്വൽ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തിരുന്ന പോലെ ഒരു കൂൾ ആയിട്ടുള്ള നെഗോസിയേഷന് ഇസ്രായേൽ തയ്യാറല്ല. അതുകൊണ്ട് ഇപ്പൊ ഇസ്രായേൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് പറയൂ, ഞങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ നോ പറയും എന്നുള്ള നിലയിലാണ് ഇപ്പൊ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ ഈജിപ്റ്റ് ഇപ്പൊ ഖത്തറിലേക്ക് പോയിരിക്കുകയാണ്. അവിടെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആരും പോയിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖത്തറിന് MQ-9 ഡ്രോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാഥമികമായിട്ടുള്ള ഒരു അനുമതി അമേരിക്ക അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഖത്തറിനെ ഇനി മാറ്റി നിർത്തുകയാണ്, ഖത്തറുമായിട്ട് ഇനി ഒരു സഹകരണമില്ല, ഖത്തറിനെ ഇനി പല രീതിയിലും ഒഴിച്ചു നിർത്തും എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും അല്ല, അതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ്. എന്നാൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഖത്തറും ഈ മിഡിൽ ഈസ്റ്റിൽ വളരെ നിർണായകമായിട്ടുള്ള റോൾ വഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഖത്തർ തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്ന രാജ്യമാണ്. ഖത്തർ പല രീതിയിലും ഈ തീവ്ര നിലപാടുള്ള സംഘടനകളെ പലപ്പോഴായിട്ട് ഖത്തർ സഹായിക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് എടുത്തു പറയാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ റോൾ എന്ന് പറഞ്ഞാൽ, നാളെ തന്നെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനകളുമായിട്ട് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു മീഡിയേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആരാണ് ഇപ്പൊ ഇതിനകത്ത് നടുക്ക് നിൽക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഖത്തർ തന്നെയായിരിക്കും അതിന്റെ മീഡിയേഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അത് നമുക്ക് ആർക്കും തന്നെ ഡിനൈ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഖത്തറിനെ ഒരുപാട് അങ്ങ് പരിപോഷിപ്പിക്കാനല്ല, ഖത്തറിനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് അടിച്ചമർത്തി അങ്ങ് ഒതുക്കി നിർത്താനൊന്നും പറ്റത്തില്ല. കാരണം ഖത്തർ മിഡിൽ ഈസ്റ്റിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ റോളാണ് അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നാളെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു വെസ്റ്റേൺ കൺട്രീസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഏത് മേഖലയിലായിക്കോട്ടെ, ഒരു തീവ്രവാദ ആക്രമണം നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മീഡിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഖത്തർ അവിടെ വളരെ നിർണായക റോൾ വഹിക്കുമെന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഖത്തറിനെ ആരും അങ്ങനെ മാറ്റി നിർത്താനൊന്നും പോകുന്നില്ല. ഖത്തറിനെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കും. അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഖത്തറിനെ ഇങ്ങനെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഒന്നും ഒരിക്കലും MQ-9 ഡ്രോൺ അങ്ങനെ അപ്രൂവ് ചെയ്ത് കൊടുക്കില്ല എന്നുള്ളതാണ്.
ഇപ്പൊ എന്തായാലും അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെന്തായാലും $2 ബില്യൺ കരാറാണ് ഇപ്പം ഒപ്പുവെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇസ്രായേലിന്റെ ഉള്ളില് ഡീപ് സ്റ്റേറ്റിന്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നെതന്യാഹു വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിച്ചിരിക്കുകയാണ്. അതായത് പറഞ്ഞിരിക്കുന്ന വിഷയം ഇതാണ്, നെതന്യാഹു എടുക്കുന്ന ഓരോ തീരുമാനവും, അതായത് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഇസ്രായേലിനെതിരെ നടന്ന തീവ്രവാദ ആക്രമണം, അതിനെ ചെറുത്തുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു യുദ്ധം, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലാതെ ആ രാജ്യത്തിൽ നിന്നും ഒരു രീതിയിലുള്ള അപസ്വരങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിൽ നടക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ നെതന്യാഹുവിന്റെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ പ്രതിഷേധം കുറച്ച് ശക്തിയാർജിച്ച രീതിയിൽ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിന്റെ പുറകിലൊക്കെ ഡീപ് സ്റ്റേറ്റിന്റെ കളി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡീപ് സ്റ്റേറ്റ് എത്രമാത്രം ഈ ഒരു ഭരണകക്ഷിക്ക് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നെതന്യാഹു ഇപ്പൊ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സൈഡിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഭയങ്കരമായ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതി തോന്നിച്ചെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം നെതന്യാഹുവിന് ഒരു പോസിറ്റീവാണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം തന്നെയും കുറെ വിഷയങ്ങൾ റിവീൽ ചെയ്യപ്പെടുന്നുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ. ഡീപ് സ്റ്റേറ്റ് എത്രമാത്രം ഈ ഒരു വിഷയങ്ങളൊക്കെ മൂടി മറച്ച് ഒതുക്കി പിടിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ റിവീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ നെതന്യാഹുവിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. ഗാസയ്ക്ക് ഉള്ളില് ഗ്രൗണ്ട് ഫോഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഇന്നലെ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഹെസ്ബുള്ളയുടെ ഒരു ലീഡറും ഹമാസിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ഒരു കമാൻഡറും കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് IDF രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗാസയിൽ നിന്നും തെരഞ്ഞെടുത്ത 100 പേരെ ഇന്തോനേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. അതായത് ഒരു പൈലറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ എങ്ങനെയാണ് ഗാസക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ വിലയിരുത്തിക്കൊണ്ട് അവിടെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 100 പേരും പോയിരിക്കുന്നത്. അവിടെ അമേരിക്കയുടെയും കൂടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ 100 പേരെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് 100 പേരെ. അത് പ്രാഥമികമായിട്ട് അവർ നടത്തിയിരിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഈ 100 പേർ അവിടെ എങ്ങനെയാണോ അവർ റിസൾട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ്ടും ഗാസയിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആ രീതിയിലുള്ള ചില നീക്കങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. സിറിയയുടെ ഉള്ളിൽ IDF ആക്രമണം ഇന്നലെ നടത്തിയിട്ടുണ്ട്. അത് ഇറാൻ ഉപയോഗിച്ചിരുന്ന ചില മിലിറ്ററി ബേസുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ബേസുകൾക്കെതിരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. എൽസി സ്റ്റെഫാനിക് എന്ന് പറഞ്ഞ UN അംബാസിഡറായിട്ട് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. UN അംബാസിഡറായിട്ടാണ് അവരെ പോസ്റ്റ് ചെയ്തത്. അപ്പം അവരെ ഇപ്പം പോസ്റ്റിൽ നിന്നും ഡീനോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇവർ പണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടെ സ്റ്റേറ്റ്മെന്റുകളും നിലപാടുകളും വേറെ ആയിരുന്നുവെന്നും ഇപ്പോൾ അവരൊരു പ്രോ ഇസ്രായേൽ ആയിട്ടാണ് സംസാരിക്കുന്നതെന്നും അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ കൊണ്ട് പലപ്പോഴായിട്ട് ഇവർക്കെതിരെ ചോദ്യമുന ഉയരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പല സാഹചര്യങ്ങളിലും അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സും അമേരിക്കയിലെ പൊളിറ്റിക്സും തമ്മിലുള്ള ഹ്യൂജ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം പോസ്റ്റ് ചെയ്യും, അതിനുള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് കൊടുക്കണം, കൺവിൻസിംഗ് ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ നമുക്ക് ഫ്രീ ബീസ് കുറെ തരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഇല്ല. കിറ്റ് തന്നാലൊന്നും അമേരിക്കയിൽ വോട്ട് കിട്ടത്തില്ല. അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള അവരുടെ തോട്ട് പ്രോസസ്സ്, നമ്മളെ ഭരിക്കാൻ പോകുന്ന ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള നിലയിൽ വരെയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് തന്നെയാണ് അമേരിക്കയുടെ ഇലക്ഷനിൽ ഉടനീളം നമുക്ക് ഈ ഒരു ചർച്ചകളിൽ മൊത്തം കാണാൻ കഴിയുന്നത്. ബാക്ക് ടു ബാക്ക് ഡിബേറ്റ് ആയിരിക്കും. ആ രീതിയിലാണ് ഇവർക്ക് വോട്ടും കിട്ടുക എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ഈ ഒരു ലേഡിയെ പിൻവലിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഞാൻ ഈ ഒരു സെനറ്റിലേക്ക് ഈ ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്ത് ഇനി ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ വേറൊരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവരെക്കാളും അവർക്ക് വോട്ട് കൂടുതൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായാൽ, അതായത് റിപ്പബ്ലിക്കൻസ് ഇത്രയും സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു സീറ്റ് ഞാൻ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമാണ്, പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. ഞാൻ ഈ ഒരു സീറ്റ് പരാജയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഈ ഒരു വ്യക്തി നിന്നാൽ പരാജയപ്പെടും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് മാറ്റുന്നത്. അപ്പൊ അതിന് പകരം വേറൊരാളെ നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ 300 വിസ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു തീവ്രവാദ സംഘടനയെ പിന്തുണച്ച ആൾക്കാരായിട്ടുള്ള 300 ആൾക്കാരുടെ വിസ ഇതുവരെ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ഇത് ഡെയിലി ഇതിന്റെ എണ്ണം കൂടും. ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ടുമായിട്ട് നടക്കുന്നതായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടുന്ന രീതിയിൽ ആ ഓരോരുത്തരുടെ വിസ ഇങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിസ ക്യാൻസൽ ചെയ്തോടെ വെറുതെ വെച്ചുകൊണ്ടിരിക്കത്തില്ല, അപ്പൊ തന്നെ കയറ്റി അയക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിസ ക്യാൻസൽ ചെയ്താൽ പിന്നെ പരിപാടി തീർന്നു, അത്രേ ഉള്ളൂ. ആ രീതിയിലാണ് കാര്യങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു തീവ്രവാദികളായിട്ട് മുദ്രകുത്തപ്പെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തികൾ, സാധൂകരിക്കുന്ന ലഘുലേഖകൾ അടിച്ച് വിതരണം ചെയ്യുക, അവർക്ക് വേണ്ടി പൈസ പിരിക്കുക, ആ രീതിയിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയൊക്കെ ഈ ഒരു വിസ ക്യാൻസലേഷൻ പ്രോസസ് നടക്കും എന്നാണ് പറയുന്നത്. ഈ കാണുന്ന വ്യക്തിയുടെ പേര് എഫിൻ ഡെഫ്രിൻ എന്നാണ്.
ഒന്നുകൂടെ പറയാം, എഫിൻ ഡെഫ്രിൻ. ഈ എഫിൻ ഡെഫ്രിൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ IDFന്റെ സ്പോക്സ് പേഴ്സൺ ആണ്. നമ്മുടെ പഴയ സ്പോക്സ് പേഴ്സൺ ഡാനിയൽ ഗഗാരി റിട്ടയർമെന്റ് ചെയ്തതിനെ തുടർന്നാണ് പുതിയ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ഈ ഒരു വ്യക്തി IDFലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക ബോംബിംഗ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഏറ്റവും കൂടുതൽ എണ്ണം കൂട്ടിയിരിക്കുകയാണ് ഹൂത്തികളുടെയും ഇറാന്റെയും ഭാഗത്ത്. അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് ഇറാൻ അറിയാലോ 3 ഐലൻഡുകളിലായിട്ടാണ് അവർ ഇപ്പൊ പുതിയതായിട്ട് മിസൈൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് UAEയുടെ വളരെ തൊട്ടടുത്ത് കിടക്കുന്ന അബുമൂസ ഐലൻഡ് ആണ്. ഇത് ഓൾറെഡി തന്നെ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ് ഈ അബുമൂസ ഐലൻഡ് എന്ന് പറയുന്നത്. UAEക്കും ഇറാനും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉള്ള ഒരു ടെറിട്ടറിയാണ് ഈ അബുമൂസ ഐലൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഭാഗത്തൊക്കെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ മിസൈലൊക്കെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് അമേരിക്കയുടെ ഈ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ കൂടുതൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ. അത് ഇറാനെയും ഹൂത്തികളെയും തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഹൂത്തികളുടെ ചില ഫൂട്ടേജസ് ഞാൻ ഇവിടെ വെച്ച് പോകുന്നുണ്ട്, അത് നിങ്ങൾ ഓരോന്നായിട്ട് വാച്ച് ചെയ്തോളൂ. ഇതാണ് ഇപ്പൊ യമന്റെ ഒരു അവസ്ഥ. കാരണം യമന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ എളുപ്പത്തിലൊന്നും വാർത്തകൾ അങ്ങനെ പുറത്തു വരാറില്ല. ആ രീതിയിലാണ് ഇപ്പൊ ഇതാ ഫൂട്ടേജസ് ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ അവസ്ഥ. ആ മണ്ണൊക്കെ ചാര കളറിലാണ് കിടക്കുന്നത്. ആ രീതിയിലാണ് അവിടെ നടന്നിരിക്കുന്ന ആക്രമണങ്ങൾ. ഈ ഒരു അവസ്ഥയിലാണ് ഹൂത്തികൾ ഇരുന്നുകൊണ്ട് ഇന്നും 2 മിസൈൽ അവിടെ നിന്ന് വിന്യസിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ. ഒന്ന് ജെറുസലേമിലേക്കും പിന്നെ ഒന്ന് ടെലവിവിലേക്കുമാണ് വിട്ടത്. ഇത് രണ്ടും തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു. ആകെ 2 എണ്ണമൊക്കെ വിടാൻ പറ്റുന്നുള്ളൂ. പേരിന് എന്തെങ്കിലുമൊക്കെ വിടുക എന്നുള്ള രീതിയിലാണ് അവർ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നൊന്ന് ജസ്റ്റ് ധരിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോണം, ഈ ഒരു ഇത്രയും റെസിസ്റ്റൻസ് പവർ എന്ന് പറഞ്ഞ ഈ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ആൾക്കാർ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്നും ഇപ്പം 2 മിസൈല് ഡെയിലി വിടാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ. എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവരുടെ ആ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ക്ഷയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് പറയേണ്ടത്. കാരണം ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ട് IDF ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഗാസയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു പേരിട്ടുകൊണ്ട് വന്ന ആ ഒരു ആക്സിസ് ഇപ്പൊ എവിടെയും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒറ്റ സ്ഥലത്തും ഇല്ല. സിറിയയുടെ സൈഡിൽ നിന്നില്ല, ഇറാഖിന്റെ സൈഡിൽ നിന്നില്ല, ലെബനാന്റെ സൈഡിൽ നിന്നില്ല. ലെബനാന്റെ സൈഡിൽ നിന്നൊക്കെ വല്ലപ്പോഴും കൂടെ എന്തെങ്കിലും വന്നാലായി എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെയാണ് ഒരു 6 റോക്കറ്റ് കഴിഞ്ഞ ആഴ്ച വന്നതിന് ഇതുവരെ ലെബനാന്റെ ഉള്ളിൽ നിന്നും IDF ഫോക്കസ് മാറ്റിയിട്ടില്ല. ഇപ്പോഴും അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ഒരു ഹെസ്ബുള്ള ലീഡറിനെ വധിച്ചിട്ടാണ് IDF ഇപ്പോഴും ഇരിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് തിരിച്ചടിയോ ഇല്ല എന്നാലും 0 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് മേഖലയിൽ നോക്കും, ഇറാന്റെ ഭാഗത്ത് ഇപ്പൊ ഇറാനൊക്കെ ഡെഡ് ആണ്, ആ രീതിയിലാണ് നിൽക്കുന്നത്. അവരൊക്കെ ഇപ്പൊ ഷോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞങ്ങളുടെ അടുത്ത് മിസൈലുണ്ട്, 5000 മിസൈലുണ്ട്, 4000 മിസൈലുണ്ട്, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇപ്പം. അല്ലാതെ ഒറ്റൊരു മനുഷ്യൻ പോലും ഈ ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇപ്പം തയ്യാറല്ല. അതിനുള്ള ശക്തിയും അവർക്ക് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഹൂത്തികൾ ജസ്റ്റ് 2 മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. പേരിന് എന്തെങ്കിലും 2 വിടണമല്ലോ, ആ രീതിയിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഹെൽപ്ലെസ് സിറ്റുവേഷൻ. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഫുള്ളി കൊളാപ്സ്ഡ്. ഹൂത്തീസിന്റെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൂത്തികളുടെ സ്ലോഗൻ അറിയാമല്ലോ. ഈ സ്ലോഗൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഹൂത്തികൾ അവരുടെ മുറ്റത്ത് തന്നെ കിടപ്പുണ്ട് അമേരിക്ക. എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നു? മിസൈലൊക്കെ വിടുന്നുണ്ട്. അതൊക്കെ ഡിസ്ട്രോയർ വെച്ച് അടിപൊളിയായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർക്ക് കൊല്ലുകയും വേണ്ട, അവർക്ക് ആരെയും ഒന്നും ചെയ്യുകയും വേണ്ട. ആ രീതിയിലാണ് ഇപ്പൊ അവരിയ്ക്കുന്നത്. അവരുടെ ആ ഒരു മാർച്ചും അവരുടെ ആ ഒരു വീരവാദമൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പം ഈ ഒരു സമയത്ത് അമേരിക്കയെ ആ ഒരു റെഡ് സീയുടെ ഭാഗത്ത് തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത് നമുക്ക് പറയാനുള്ളൂ. ആ രീതിയിൽ വീരവാദം മുഴക്കുന്ന ആൾക്കാരാണ് ഇവന്മാർ. എന്നിട്ടിപ്പോ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്നുള്ളതാണ്. ഏതൊക്കെയോ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വളരെ ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഈ ഗ്രൈൻ ഡീലിനെ ചൊല്ലിയിട്ട് ഈ ഒരു ബ്ലാക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീൽ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് റഷ്യ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഗുണഭോക്താക്കളായിട്ട് 2 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് റഷ്യയും ഉക്രൈനും തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് ഉക്രൈനേക്കാളും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് റഷ്യക്കായിരിക്കും വരാൻ പോകുന്നത്. ഈ ബ്ലാക്ക് സീക്കുള്ളിൽ ഇനി ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു നിയമം. അപ്പൊ അത് റഷ്യ ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഉക്രൈനാണ് അംഗീകരിക്കേണ്ടത്. ഉക്രൈൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് റഷ്യക്ക് തന്നെയാണ്. അത് 100% ഉറപ്പാണ്. കാരണം ഏതാണ്ട് ഉക്രൈന്റെ അത്രയും തന്നെയും അതിനേക്കാളും കൂടുതൽ റഷ്യയിൽ തന്നെയും ഈ ഒരു വീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അഗ്രികൾച്ചർ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന റഷ്യയിലാണ്. അപ്പൊ അത് യൂറോപ്പിന് ഇത്രയും നാളും ഈ റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പം ഈ സാധനങ്ങളൊന്നും ഈ ബ്ലാക്ക് സീ വഴി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം റഷ്യയിൽ നിന്ന് എങ്ങനെ നോക്കിയാലും ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഉക്രൈൻ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ ഇതിനു മുമ്പ് അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് അമേരിക്കയുടെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്ക ഈ റഷ്യയുടെ ഐറ്റംസ് മേടിച്ചിട്ട് റീസെയിൽ ചെയ്യുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അമേരിക്ക ഈ ഏറ്റവും കൂടുതൽ ഈ ധാന്യവിളകളൊക്കെ അതേപോലെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ റഷ്യയിൽ നിന്നും എടുക്കാൻ പോവാണ്. അപ്പൊ ഇതിനകത്ത് 2 വിഷയങ്ങൾ വരുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഷിപ്പ് വിട്ട് അമേരിക്ക റഷ്യയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഷിപ്പിനെ ഉക്രൈന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല.
ഈ ഒരു വിഷയം വളരെ തന്ത്രപരമായിട്ടാണ് ഇപ്പൊ ഇത് മൂവ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റാറ്റിസ്റ്റിക് ആണ് ഇത് വളരെ തന്ത്രപരമാണ്. ഇതിനെയൊക്കെയാണ് ചാണക്യ ബുദ്ധി എന്നൊക്കെ പറയുന്നത്. ആ രീതിയിലാണ് ട്രംപും പുടിനും ചേർന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഉക്രൈൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ ഡീൽ ഞങ്ങൾ നടത്തും. അത് നടത്താൻ പോകുന്നത് ഇങ്ങനെയാണ്. അതായത് റഷ്യയിൽ നിന്ന് സാധനങ്ങളൊക്കെ അമേരിക്കൻ ഷിപ്പ് എടുത്തുകൊണ്ട് വരും. അപ്പൊ അമേരിക്കൻ ഷിപ്പ് ബ്ലാക്ക് സീയിലൂടെ കടന്നു വരുമ്പോഴത്തേക്കും റഷ്യ എന്തായാലും അറ്റാക്ക് ചെയ്യില്ല. റഷ്യ ഓൾറെഡി പറഞ്ഞു നിർത്തി കഴിഞ്ഞു. ഇനിയിപ്പോ ഉക്രൈനാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നെങ്കിൽ ഉക്രൈൻ ഇത് അമേരിക്കൻ ഷിപ്പ് ആയതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ കാര്യങ്ങൾ മാറുകയാണ്. എന്നിട്ട് ഈ റഷ്യയിൽ നിന്നും വരുന്ന ഇതേ ഫുഡ് ഐറ്റംസ് ഇതേ യൂറോപ്പിന് തന്നെ, ഈ വെസ്റ്റേൺ കൺട്രീസിന് തന്നെ അമേരിക്ക കൊടുക്കും. അവിടെ നിന്ന് പൈസ ഉണ്ടാക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെയാണോ നമ്മൾ ഓയിൽ റഷ്യയിൽ നിന്ന് എടുത്തിട്ട് അത് റിഫൈൻ ചെയ്ത് വീണ്ടും വെസ്റ്റേൺ കൺട്രീസിന് തന്നെ കയറ്റി അയച്ച് പൈസ ഉണ്ടാക്കിയത്, അതുപോലെ ഇപ്പൊ അമേരിക്ക ചെയ്യാൻ പോവാണ്. ഈ ഒരു ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് അവരിപ്പോ കളിക്കാൻ പോവാണ്. ഇതും ഉക്രൈന് തന്നെയാണ് പാരയാവാൻ പോകുന്നത്. ഇപ്പൊ എന്തായാലും എനർജി ഗ്രിഡുകൾ, എനർജി മേഖലകളൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇനി വേറെ എവിടെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോ ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡ് അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഇപ്പൊ കുറയാണ്. കാരണം ഇപ്പൊ അഗ്രികൾച്ചർ ഫീൽഡ് അറ്റാക്ക് ചെയ്യാൻ ഉക്രൈൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക തടയിടും. കാരണം എന്താണ്? അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അമേരിക്ക മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫീൽഡിന്റെ മേളിൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അമേരിക്ക ഉക്രൈനെതിരെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ തന്നെ ചെറുതായിട്ടൊന്ന് കീ കൊടുത്താൽ മതി, ഉക്രൈനെതിരെ തിരിയുന്നുള്ള അവസ്ഥയിലാണ് അമേരിക്കയുടെ ഒരു നിലപാട് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഉക്രൈനെ പല സ്ഥലത്തും വരിഞ്ഞു മുറുക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കമ്മിങ് വീക്സിൽ, അതായത് ഈ നടക്കാൻ പോകുന്ന അഥവാ ഉക്രൈൻ യുദ്ധം തുടരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ഈ രീതിയിലുള്ള പ്രഷർ ഉക്രൈന്റെ മേളിൽ ഇങ്ങനെ എംപോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ഉക്രൈനെ എതിർത്തോണ്ടോ അല്ലെങ്കിൽ റഷ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ പറയുന്നതല്ല. ഇതാണ് ഫാക്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇത് അംഗീകരിക്കാൻ മനസ്സുള്ളവർക്ക് അംഗീകരിച്ചാൽ മതി. ഇച്ചിരി തലയ്ക്കാത്ത ആൾത്താമസമുള്ളവർക്ക് ഇത് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളാണ് സൗദിയിൽ വെച്ചിട്ട് 2 ദിവസത്തിന് മുമ്പ് റഷ്യയുടെ റെപ്രസെന്റേറ്റീവും അമേരിക്കയുടെ റെപ്രസെന്റേറ്റീവും തമ്മിൽ സംസാരിച്ചപ്പോഴത്തേക്കും അവിടെ ഉണ്ടായി വന്ന തീരുമാനങ്ങളാണിത്. ഇതെല്ലാം മിനിറ്റ്സ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ബ്ലാക്ക് സീയെ വെച്ചിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ചില ആക്ഷൻ പ്ലാനുകൾ രൂപീകരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഉക്രൈൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് മുന്നോട്ട് പോകും. അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ അപ്ഡേറ്റ് ആണ്. തുർക്കി BBC റിപ്പോർട്ടറെ പുറത്താക്കിയിരിക്കുകയാണ്. തുർക്കിയുടെ ഉള്ളിൽ തയ്യബ് എർദോഗൻ ഒരു ഓട്ടോക്രാറ്റ് മോഡിലാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ഓട്ടോക്രസിയാണ് ഇപ്പൊ അവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് 1400ഓളം ആൾക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് മാധ്യമ പ്രവർത്തകർ ഇവിടെ പ്രൊട്ടസ്റ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുതിയ ഫുട്ടേജസ് ഒന്നും തന്നെ പുറത്തു വരുന്നില്ല. മാധ്യമ പ്രവർത്തകർക്കൊക്കെ അവിടെ റെസ്ട്രിക്ഷൻ ആണ്. ആ രീതിയിലുള്ള ഒരു തീവ്രവാദ ഭരണകൂടം, ആ രീതിയിൽ തന്നെ പറയാം. അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെയും ഒരു ബ്രദർഹുഡ് ഐഡിയോളജി തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഈ തയ്യബ് എർദോഗനാണ് അവിടുത്തെ എല്ലാത്തിന്റെ ഐഡിയോളജിയുടെയും പുറകിലുള്ള ചുക്കാൻ പിടിക്കുന്ന മെയിൻ വ്യക്തി. അവിടെ ഒരു ഇലക്ഷൻ നടത്താനോ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടം വരാനോ ഇയാൾ അവിടെ സമ്മതിക്കുന്ന ഒരു നിലപാട് ഇതുവരെ അയാൾ എടുക്കുന്നില്ല. ഇയാൾക്ക് അതിന് സമ്മതമില്ല. ഇയാൾക്ക് കസേരയിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യമില്ല. ഇയാള് എന്താണോ ജനങ്ങളുടെ ഒരു വികാരം, അതായത് ജനങ്ങളുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങളെ ഇങ്ങനെ തട്ടി ഉണർത്തിക്കൊണ്ട് അതിലൂടെ ബെനിഫിറ്റ് കാണാനുള്ള ഒരു സ്വഭാവമാണ് അയാളുടെ ഉള്ളിലുള്ളത്. അല്ലാതെ ഇയാളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു ഓട്ടോമൻ എംപററിന്റെ ആ ഒരു രീതിയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ പറയുന്ന ഇതൊക്കെ ലോകത്ത് ബുദ്ധി വിവരമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? പഴയ ഭരണകൂടമൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറ്റിക്കൽ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഈ എർദോഗൻ അവിടെ തുടരുന്നത്. പഴഞ്ചൻ ആശയം മാത്രമല്ല, തീവ്രവാദ നിലപാടും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പോക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിഷേധം ഇപ്പോഴെങ്കിലും അവസാനിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് തുർക്കിയിൽ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.